മോർണിംഗ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. ഞാനൊരു 10 ചെറിയ വെണ്ടയ്ക്ക ഇങ്ങനെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് സവാള നീളത്തിലരിഞ്ഞത്. ഇതിന് ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷേ ചെറിയ ഉള്ളി ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം സവാള എടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 10-15 വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. പിന്നെ ഗ്യാസ് ഓൺ ചെയ്തു, പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. പാൻ ഓഫ് ചെയ്തിട്ട് വരാം, തീ കത്താൻ പറ്റുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ ചൂടായില്ല. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. മുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ഉള്ളത്, പക്ഷേ ചെറിയ ഉള്ളി ഇവിടെ കിട്ടാത്തത് കൊണ്ട് തൽക്കാലം സവാള ഇടാനേ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ടു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കും. നമ്മുടെ വെണ്ടയ്ക്ക ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്.
നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനൊരു 4-5 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 2.5 സ്പൂൺ ഇട്ടു. ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി. ഇനി ഞാൻ കുറച്ച് ഒരു ചെറിയ ഉരുള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തിളച്ച് ഒന്ന് ശകലം ഒന്ന് കുറുകി വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ശകലം ഉപ്പ് കുറവാണ്. അപ്പം നമ്മുടെ വെള്ളക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഉപ്പും കൂടി എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുറുകിയിരിക്കും. വെണ്ടയ്ക്ക കൊണ്ട് മെഴുക്കുവരട്ടി മാത്രമല്ല, ഇതുപോലെ പല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. ബെസ്റ്റ് കറിയാണിത്. ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ നല്ലൊരു ഡിഷായിട്ട് വരുന്നതായിരിക്കും.